കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച തീരദേശ ഹർത്താൽ തുടരുകയാണ്. രാത്രി 12 മണി വരെയാണ് ഹർത്താൽ. ഹാർബർ, മാർക്കറ്റ് എന്നിവ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. കടൽ മണൽ ഖനന പദ്ധതി പിൻവലിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കോൺഗ്രസ് നേതാവ് VM സുധീരൻ കത്തയച്ചു. കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയാണ് കോർഡിനേഷൻ കമ്മിറ്റി 24 മണിക്കൂർ ഹർത്താൽ പ്രഖ്യാപിച്ചത്. മത്സ്യബന്ധനത്തിന് പോകാതെയാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. ഹാർബറുകളും മത്സ്യചന്തകളുമെല്ലാം നിശ്ചലം. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഈ ഖനനം നടത്തുന്നതോടൊപ്പം തന്നെ ഈ മത്സ്യസമ്പത്ത് തീരെ ഇല്ലാതാവും. ഈ കടലിൻ്റെ അടിയിൽ തന്നെ ആയക്കടലിൽ ആ വെള്ളത്തിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഖനനം നടത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. കടൽ മണൽ ഖനനത്തെ ഒന്നിച്ചെതിർക്കാമെന്ന് മന്ത്രി P രാജീവ്. സമുദ്ര ഖനനത്തിൽ 2021 സംസ്ഥാനം എതിർപ്പ് അറിയിച്ചിരുന്നുവെന്നും P രാജീവ് പറഞ്ഞു. ഇത് 2021 ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്നോ TV ലാൽ, അതും ബൈലൈനുണ്ട്, ഇന്നത്തെയും ബൈലൈനുണ്ട്, 2021 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത്. ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ട പ്രശ്നമാണ്. കൊല്ലം ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമാണ്. ആലപ്പുഴയിൽ 13 കേന്ദ്രങ്ങളിൽ സമരപ്രഖ്യാപനവും പ്രകടനവും നടത്തി. കോഴിക്കോടും ഹർത്താൽ പുരോഗമിക്കുകയാണ്. UDF, LDF മുന്നണികൾക്കൊപ്പം വിവിധ സമുദായ സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മാർച്ച് 12-നാണ് മത്സ്യത്തൊഴിലാളികളുടെ പാർലമെന്റ് മാർച്ച്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.